പുറത്തുള്ളവർ എപ്പോഴും വിചാരിക്കും എപ്പോഴും ബഹളവും പ്രശ്നങ്ങളുമുള്ള ഇവിടെ എങ്ങനെ ആളുകൾ ജീവിക്കുന്നെന്ന്. എന്നാൽ ഇവിടെക്കാരുടെ സഹകരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇവിടെ എപ്പോഴും ആളും ബഹളവുമാണ്. ഇവിടെയുള്ളവരെ ആരും വിളിച്ചു ചേർത്തതല്ല, വന്നു ചേർന്നതാണ്. 8 ഏക്കറിൽ തിങ്ങിപ്പാർക്കുന്ന ജനജീവിതങ്ങൾ, പല കഥകൾ, ധാരാളം സ്റ്റീരിയോ ടൈപ്പുകൾ നിലനിൽക്കുന്ന ഒരിടം. പുറം ലോകത്തിന് രാജാജി നഗർ പലതാണ്. പക്ഷേ സത്യമിതൊന്നുമല്ലെന്ന് പഴയ ചെങ്കൽച്ചൂളയെ ഇന്നത്തെ രാജാജി നഗറിനെ അറിയുന്നവർക്കറിയാം. വെറും കഥകളല്ല ചെങ്കൽച്ചൂള രാജാജി നഗറിലെ ഹരിതകർമ്മ സേനാംഗം എസ് ധനുജകുമാരിക്ക് പറയാനുള്ളത്, എഴുതാനുള്ളത്. എന്തുതരം മാറ്റം വേണ്ട? മറ്റുള്ളവരുടെ ചിന്താഗതി മാറണം, സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറണം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഞങ്ങൾ സംതൃപ്തരാണ്. എഴുതിയതൊക്കെയും ജീവിതമാണ്. ചെങ്കലിലെ ചൂളയിൽ ജ്വലിച്ച് മിന്നിത്തിളങ്ങുന്ന പാഠപുസ്തകം. ആ ജീവിത പാഠപുസ്തകം കണ്ണൂർ സർവകലാശാലയിൽ BA-ക്കും കാലിക്കറ്റിൽ MA-ക്കും വിദ്യാർത്ഥികൾക്ക് പഠന വിഷയമാണ്. എനിക്കൊരു പേനയോ സ്വന്തമായിട്ടൊരു ഡയറിയോ ഒരു അടച്ചിട്ട മുറിയോ ഒരു ഷോക്കേഴ്സോ ഒരു മേശയോ എന്നുള്ള ആളല്ല. എഴുത്തിനെ കുറിച്ച് ചിന്തിച്ചിരുന്ന എഴുതാൻ എനിക്ക് മറ്റൊരാളോട് എൻ്റെ വിഷമം പറയുന്നതിനേക്കാളും ഞാൻ കൂടുതൽ എഴുതി തീർക്കും പുസ്തകങ്ങളിലും പേപ്പറുകളിലും. എന്നിട്ട് അതിനെ കത്തിക്കുകയോ ചുരുട്ടിയിടുകയോ ചെയ്യുന്ന പതിവാണ്. 9ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ധനുജ സമയം കിട്ടുമ്പോഴൊക്കെ തൻ്റെ ജീവിതം, ഒപ്പമുള്ളവരുടെ ജീവിതം പേപ്പറിൽ കോറിയിട്ടുകൊണ്ടേയിരുന്നു. പുറം ലോകത്തിന് ചെങ്കൽച്ചൂള എന്താണെന്നും ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണെന്നും ധനുജയ്ക്ക് പറയണമായിരുന്നു. ഇത് വായിച്ച് ഒരാളെങ്കിലും നമ്മളെ മനസ്സിലാക്കണം, നമ്മുടെ കോളനിക്കാരെ മനസ്സിലാക്കണം. ഇവിടെ വളർന്നു വരുന്ന തലമുറകൾ, അവരുടെ വിദ്യാഭ്യാസമായിരുന്നാലും കലാ കായിക രംഗത്തായിരുന്നാലും വളരെ പ്രഗത്ഭരായ കുട്ടികളുള്ളതാണ്. പക്ഷേ അവരെവിടം വരെ എത്തിയാലും ഒന്നോ രണ്ടോ കാരണം പറഞ്ഞ് മാറ്റി നിർത്തപ്പെടാറുണ്ട്. ഒന്ന് കോളനി, ഒന്ന് ജാതി. അവർക്കാർക്ക് പ്രതിഭകളെ വേണ്ട, പ്രതികളെ മതി. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ധനുജയ്ക്ക് ഇനിയും ലോകത്തോട് പറയാനുണ്ട് രാജാജി നഗറിന്റെ പഴയ ചെങ്കൽച്ചൂളയുടെ ചരിത്രം. 1200 വീടുകളിലായി തിങ്ങിപ്പാർക്കുന്ന 7000 പേരുടെ ഡാറ്റാ ബാങ്കാണ് ധനുജയുടെ അടുത്ത സ്വപ്നം. കാലാനുഗതമായി സമൂഹത്തിന്റെ ചിന്താഗതിയിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ധനുജകുമാരി. ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം പഠന വിഷയമാക്കുമ്പോൾ അത് മാറ്റത്തിന്റെ അലയൊലിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. സുയിത് എമസിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലെ, ധനുജ ചേച്ചി അവസാനം പറഞ്ഞ ആ വരികളിലുണ്ട് അവരുടെ പ്രതിഷേധവും അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ആർക്കും പ്രതിഭകളെ വേണ്ട, പ്രതികളെ മതി എന്നാണ്. നമുക്കറിയാം പല അനുഭവങ്ങളിലെ കോളനി എന്ന പദം അത് ഉപയോഗിക്കരുതെന്ന് മന്ത്രി തന്നെ പറഞ്ഞു. അതിനുശേഷവും പക്ഷേ ആളുകളുടെ ഒരു ചിന്തയിൽ അതുണ്ട്. അപ്പം അതിനെ മാറ്റിയെടുക്കുക, കാഴ്ചപ്പാടിനെ മാറ്റിയെടുക്കുന്ന വലിയ ദൗത്യം ചേച്ചി ഒറ്റയ്ക്ക് ചുമലിലേറ്റുകയാണ്. ആ യാത്ര സഫലമാകട്ടെ. ഇനിയും എഴുതട്ടെ ഒരുപാടല്ലേ? തീർച്ചയായിട്ടും ഡിബിഷ് പറഞ്ഞതുപോലെ തന്നെ ചില ചിന്താഗതികൾ മാറാതെ തന്നെ അവിടെ നിൽപ്പുണ്ട്. പലപ്പോഴും ഈ വാക്കുകളൊക്കെ മാറുന്നുണ്ട്, കോളനി എന്ന പദം ഉപേക്ഷിക്കപ്പെടുന്നു വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം ഗവൺമെൻറ് സംവിധാനം വഴി അതിനെ മാറ്റിവെക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും പലരുടെയും മാനസിക നില ആ തരത്തിൽ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയുള്ള ഒരു പ്രശ്നം പലപ്പോഴും ആളുകളെ അതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ധനുജ ചേച്ചി തന്നെ പറഞ്ഞു. ധനുജ ചേച്ചിയുടെ മകൻ്റെ അവസ്ഥ, മകൻ പഠനാവശ്യങ്ങൾക്കായി കേരള കലാമണ്ഡലത്തിൽ എത്തപ്പെട്ടപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ മറുപടി ചെങ്കൽച്ചൂളയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ പലപ്പോഴും ചെങ്കൽച്ചൂളയിൽ നിന്ന് വരുന്ന പല കുട്ടികൾക്കും അതൊരു ചേരി പ്രദേശമാണ്, അവിടെ നിന്ന് വരുന്ന ആളുകളൊക്കെ മോശക്കാരാണ് തുടങ്ങിയ വരുത്തി തീർക്കാനുള്ള വലിയ സംഘടിത ശ്രമങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പലപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് ഡോക്ടർമാരും വക്കീലന്മാരും എഞ്ചിനീയർമാരും മറ്റ് ജോലികളും എല്ലാ ജോലികളിലും ചെയ്യുന്നവരുണ്ട്. ആ പല തൊഴിലിലേക്കും ആളുകൾ എത്തപ്പെടുന്നു, അവരെഴുതുന്നു, അവരെ പറ്റി സംസാരിക്കുന്നു. അതൊരു കൂട്ടായ്മയാണെന്നുള്ളൊരു ബോധ്യം അവർ ബാക്കിയുള്ളവരിലേക്ക് കൂടെ പകർന്നു നൽകുകയാണ്. അപ്പം പ്രതിഭകളെയാണ് ആ നാടിന് ആവശ്യമായിട്ടുള്ളതും അവിടെ ഉള്ളതും. പക്ഷേ അവിടെ നിന്ന് അതിനെ പ്രതികളിലേക്ക് എത്തിക്കുന്ന ഒരു ശ്രമം പലപ്പോഴും സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ഹജൂർ കച്ചേരി, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അടക്കമുള്ളവ നിർമ്മിക്കാൻ വേണ്ടി ഒക്കെ വന്നിട്ടുള്ള ആളുകളാണ് അവിടെ തമ്പടിച്ചത്. ചേച്ചി പുസ്തകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആളുകളെ ചേക്കേറിപ്പിച്ചതല്ല, ചേക്കേറി വന്നതാണ്. പല കാലഘട്ടത്തിലായി പല സമയത്തായി വന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ജീവിതം എന്ന് പറയുമ്പം പലപ്പോഴും വലിയ ദുർഘടമാണ്. 8 ഏക്കറിനകത്ത് വരുന്ന ഇത്രയും വരുന്ന ആളുകൾ, അതായത് പലപ്പോഴും മുൻപ് പറഞ്ഞതുപോലെ 1200 വീടുകൾക്കകത്ത് 7000-ലധികം മനുഷ്യന്മാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്കുണ്ട്. ഒപ്പം അവരുടെ ഐക്യമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ബാക്കിയുള്ളവർക്ക് പുറത്തേക്കുള്ള ആളുകൾ തങ്ങളെപ്പറ്റി അറിയണമെന്നും ഇപ്പോൾ കേട്ട കഥകളൊന്നും അല്ല, അതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ടെന്നും ഒക്കെയാണ് ചേച്ചി പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ചേച്ചിയുടെ ആ പുസ്തകം എന്തായാലും ശരിയാണ് ഗോകുലെ. ചേച്ചി അതിൽ
സന്തോഷം കണ്ടെത്തുന്നു എന്നതുകൂടി ആദ്യത്തെ വരികളിലുണ്ട്. കാരണം ഈ കാഴ്ചപ്പാട് മാറിയാൽ മതി, ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല, ഞങ്ങൾ സന്തുഷ്ടരാണ് എന്നുകൂടി പറയാണ്ട് ടീച്ചർ വാക്കുകൾ വരികളൊക്കെ ഒരുപാട് പേർ വായിക്കട്ടെ, കേൾക്കട്ടെ, കാഴ്ചപ്പാടുകൾ മാറാൻ അതൊരു വലിയ കാരണമായി തീരട്ടെ. അപ്പോൾ ആശംസകൾ കൂടുതൽ അക്ഷരങ്ങൾക്ക്. ശരി.